ട്രയൽ റൺ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അറിയിച്ചു. ഔദ്യോഗിക ക്ഷണമില്ലാത്തതുകൊണ്ടാണിത്. നോട്ടീസിൽ വിശിഷ്ട സാന്നിധ്യമായി തോമസ് ജെ നെറ്റോയുടെ പേര് ഉണ്ട്. എന്നാൽ ക്ഷണമില്ലാതെയാണ് പേര് ചേർത്തതെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കി. ഔദ്യോഗികമായി ക്ഷണിക്കുമെന്ന് വിഴിഞ്ഞം തുറമുഖം അധികൃതർ പറഞ്ഞു. ബിഷപ്പിനെ നേരിൽ കണ്ട് ക്ഷണിക്കാനും നീക്കമുണ്ട്. അതേസമയം ജമാഅത്ത് കമ്മിറ്റി പ്രതിഷേധം പിൻവലിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ലഡാക്ക് അതിർത്തിയിലെ മഞ്ഞുമലകൾക്ക് മുകളിലേക്ക് പോയ 3 സൈനികരുടെ മൃതദേഹങ്ങൾ മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൈന്യം കണ്ടെത്തി. പർവ്വതാരോഹണത്തിനിടെ 2023 ലഡാക്കിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകളിൽ കാണാതായ 3 സൈനികരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഹവൽദാർമാരായ രോഹിത് കുമാർ, താക്കൂർ ബഹദൂർ, നായിക് ഗൗതം എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. തൃശൂരിലെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KD പ്രതാപൻ ജൂലൈ 17 നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയിൽ ED നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് പ്രൊഡക്ഷൻ വാറണ്ട്. വരുന്ന 17, 18 തീയതികളിൽ കസ്റ്റഡിയിൽ വേണമെന്നാണ് EDയുടെ ആവശ്യം. ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിൽ പങ്കാളികളായ നിക്ഷേപകരുടെയും പ്രതാപന്റെ ഭാര്യ ശ്രീന തുടങ്ങിയവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതാപനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടത്. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വെച്ച് വിദ്യാർത്ഥികളെ ബസ് ഇടിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. വടകര സ്വദേശി വണ്ണാറത്ത് മുഹമ്മദ് ഫുറൈസ് ഖിലാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകി. അപകടം നടന്നതിന് പിന്നാലെ ഡ്രൈവറും കണ്ടക്ടറും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അയ്യപ്പൻ ബസ്സാണ് കഴിഞ്ഞ ദിവസം 3 വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയത്. ബഹ്റൈനിൽ അഷൂറയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതിനാൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ജൂലൈ 16, 17 ദിവസങ്ങളിലാണ് പൊതു അവധി പ്രഖ്യാപിച്ചത്. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് അഷൂറ അവധി സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിപ്പിച്ചത്. ജൂലൈ 16, 17 തീയതികളിൽ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറത്തിലെ 10ാം ദിവസമാണ് അഷൂറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബത്തിനു വേണ്ടി വീട്ടമ്മമാർ സഹിക്കുന്ന ത്യാഗങ്ങളെ കുറിച്ച് ഇന്ത്യൻ പുരുഷന്മാർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അബ്ദുൽ സമദ് എന്ന വ്യക്തി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കുടുംബത്തിൽ വീട്ടമ്മമാർക്കുള്ള പ്രധാന പങ്കിനെ കുറിച്ചും കോടതി വ്യക്തമാക്കി. കാപ്പ കേസ് പ്രതിക്കൊപ്പം CPM-ൽ ചേർന്നയാൾ കഞ്ചാവുമായി പിടിയിലായി. മയിലാടുപാറ സ്വദേശി യദുകൃഷ്ണന്റെ പക്കൽ നിന്നാണ് 2 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച യദുകൃഷ്ണനും കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനുമടക്കം 62 പേർ പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്നിരുന്നു. കുമ്പഴയിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇവർ പാർട്ടിയിൽ ചേർന്നത്. ശരൺ ചന്ദ്രന് പാർട്ടി അംഗത്വം നൽകിയതിൽ പിന്നീട് വിവാദമായിരുന്നു. ISRO ചാരക്കേസിൽ മുൻ CI S വിജയനാണ് ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI കുറ്റപത്രം. ശാസ്ത്രജ്ഞനായിരുന്ന നമ്പിനാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ DGP സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തതെന്നും ചാരക്കേസിന്റെ ഭാഗമായ ഗൂഢാലോചന കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം നൽകിയത്. T20 ലോകകപ്പിൽ ടീമിനൊപ്പം ഉണ്ടായിട്ടും കളിക്കാൻ അവസരം കിട്ടാതിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങുന്നു. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ സഞ്ജു ടീമിൽ ഇടം നേടി. ശുഭ്മൻ ഗിൽ ഇന്ത്യയെ നയിക്കുമ്പോൾ ഉപനായകനായിട്ടാണ് സഞ്ജു ടീമിലുള്ളത്. 3ാം T20യിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഈയിടെ നടന്ന 2020 ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന സഞ്ജു, യശസ്വി ജയ്സ്വാൾ, ശിവം ദുബൈ എന്നിവർ 3ാം മത്സരത്തിൽ അവസാന 11-ൽ ഇടം പിടിച്ചു.